നമസ്കാരം, PSC റാങ്കറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നടന്ന ട്രേഡ്സ്മാൻ ഇലക്ട്രോണിക്സ്, അതായത് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്കുള്ള 427/2023 എന്നുള്ള കാറ്റഗറിയിലുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ആൻസറാണ് നമ്മൾ നോക്കാൻ പോണത്. ഡീറ്റെയിൽഡ് അനാലിസിസൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ പേപ്പറിനെ സംബന്ധിച്ചിടത്തോളം വളരെ എളുപ്പമുള്ളൊരു പേപ്പറെന്നൊന്നും പറയാൻ പറ്റില്ല, വളരെ ടഫാണെന്നും പറയാൻ പറ്റില്ല. കുറേയൊക്കെ ചോദ്യങ്ങൾ +2 ലെവലിൽ നിന്നും ഒക്കെ ഉള്ളതുണ്ട്. അത്ര ടഫും അല്ല, വളരെ ഈസിയും അല്ല. ഇപ്പോൾ ഒരു മീഡിയം ലെവലിൽ ഉള്ളൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ പേപ്പറാണ്. പിന്നെ ഇതിൻ്റെ കട്ട് ഓഫ് എന്ന് പറയണത് ഒരു വളരെ വലിയൊരു കട്ട് ഓഫ് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല. ഏകദേശം ഒരു 50-60 അടുത്ത് കട്ട് ഓഫ് പ്രതീക്ഷിക്കാമെന്നാണ് എനിക്ക് തോന്നണത്. ഇനി നിങ്ങൾക്ക് കിട്ടിയ സ്കോറൊന്ന് കമൻസിലിടുക. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവ് ഇത് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവ് ഇത് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുകയും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യുക. ഓക്കെ, താങ്ക് യു. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ദ അനാലിസിസ് ഓഫ് സ്റ്റാറ്റിക് ഇലക്ട്രിക് ചാർജസ് ആൻഡ് ദെയർ ഫോഴ്സസ് ആർ കോൾഡ്. ചാർജിനെ കുറിച്ചും അതിൻ്റെ ബലത്തെക്കുറിച്ചുള്ള അനാലിസിസിന് ഇലക്ട്രോസ്റ്റാറ്റിക്സ് ബി ആണ് ആൻസർ എന്ന് പറയും. 2, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ട്രൂ ഫോർ 3-phase AC സപ്ലൈ. 3-phase AC സപ്ലൈക്ക് റിഡക്ഷൻ ഓഫ് കോപ്പർ കൺസംഷൻ ആണ് ഇതിൽ ട്രൂ ആയിട്ടുള്ളത്. 3, ഫോർ സിനുസോയിഡൽ AC റേഷ്യോ ഓഫ് ഇഫക്റ്റീവ് വാല്യൂ ടു ആവറേജ് വാല്യൂ ഓഫ് ഹാഫ് സൈക്കിൾ ഈസ് ടേംഡ് ആസ് ഫോം ഫാക്ടർ എന്നാ പറയുക, D. 4, which one of the following statement is not the main characteristic of parallel resonance circuit at resonance? ഇവിടെ തന്നിരിക്കണേൽ C ആണ് ഉത്തരം, വോൾട്ടേജ് ലീഡിംഗ് വിത്ത് കറൻറ്റ്. ഇനി 5, ആസ് ഇൻ ദ കേസ് ഓഫ് മൂവിങ് അയൺ ഇൻസ്ട്രുമെൻറ്റ്സ് ദ ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് ഈസ് പ്രപ്പോർഷണൽ ടു A ആണ് സ്ക്വയർ ഓഫ് ദ മാഗ്നറ്റിക് ഫോഴ്സ്, അതിനാണ് പ്രപ്പോർഷണൽ ആയിട്ടുള്ളത്. 6, ഇൻ എ ഫോർവേഡ് ബയാസ്ഡ് PN ജംഗ്ഷൻ 3 ഇത് തന്നിട്ടുണ്ട്. ദ വിഡ്ത്ത് ഓഫ് ഡെപ്ലീഷൻ റീജിയൻ ഈസ് റെഡ്യൂസ്ഡ് പറഞ്ഞിട്ടുണ്ട്. ജംഗ്ഷൻ ഓഫേഴ്സ് ലോ റെസിസ്റ്റൻസ് പറഞ്ഞിട്ടുണ്ട്. ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് കറണ്ട് ഡിപ്പെൻഡ്സ് ഓൺ ദ അപ്ലൈഡ് വോൾട്ടേജ്. ഇത് 3ഉം കറക്റ്റാണ്, അതുകൊണ്ട് C ആണ് ആൻസർ. ഓൾ ആർ കറക്റ്റ്. ഇനി 7, when select source of trigger signal as internal in CRO from where the trigger signal is generated. അത് B ആണ്, part of the signal to be viewed. 8, which one of the following is not an effect of open circuit in a series connected circuit? D ആണ്, high current flows in the circuit. ഓപ്പൺ സർക്യൂട്ട് സീരീസ് കണക്റ്റഡ് സർക്യൂട്ടിൽ ഇത് ആണ് ഹൈ കറണ്ട് ഫ്ലോസ് ഇൻ ദ സർക്യൂട്ടാണ് ഇഫക്റ്റ് അല്ലാത്തത്, D ആണ്. 9, കപ്പാസിറ്റേഴ്സ് ആർ ഇലക്ട്രോണിക് കമ്പോണൻസ് വിച്ച് ക്യാൻ സ്റ്റോർ ഇലക്ട്രിക്കൽ എനർജി ഇൻ ദ ഫോം ഓഫ് ഇലക്ട്രിക് ചാർജിൻ്റെ രൂപത്തിലാണ് ഇലക്ട്രിക്കൽ എനർജി കപ്പാസിറ്റേഴ്സിൽ സ്റ്റോർ ചെയ്യുന്നത്. A ആണ് ആൻസർ. 10, ദ സ്റ്റേറ്റ്മെൻറ്റ്സ് വിച്ച് ഈസ് കറക്റ്റ് ഫോർ ബോത്ത് സീരീസ് ആൻഡ് പാരലൽ കോമ്പിനേഷൻ ഓഫ് റെസിസ്റ്റൻസസ്. രണ്ടിനും പാരലൽ കോമ്പിനേഷനും സീരീസ് കോമ്പിനേഷനും കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഏതാണെന്ന്, അത് D ആണ്. 3ാമത്തെ മാത്രമേ ഉള്ളൂ, അതായത് ടോട്ടൽ പവർ ഈസ് ഈക്വൽ ടു ദ സം ഓഫ് പവർ ഡിസിപ്പേറ്റഡ് ബൈ ഈച്ച് റെസിസ്റ്റർ. അതാണ് ഈ തന്നിരിക്കുന്ന 3 കറക്റ്റ് ആയിട്ടുള്ളത്, D ആണ്. 11, ട്രാൻസ്ഫോമർ cannot ട്രാൻസ്ഫർ DC എനർജി ഫ്രം പ്രൈമറി ടു സെക്കൻഡറി ബിക്കോസ്. എന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ ട്രാൻസ്ഫോമറിന് DC എനർജിയെ പ്രൈമറിയിൽ നിന്ന് സെക്കൻഡറിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല, കാരണം DCക്ക് ചേഞ്ചിങ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കാൻ പറ്റില്ല. അതുകൊണ്ട് ട്രാൻസ്ഫോമർ AC-യിൽ വർക്ക് ചെയ്യുന്ന ഉപകരണമാണ്, അപ്പോൾ C ആണ് ആൻസർ. 12, ദ ഡിഗ്രി ടു വിച്ച് എനി ട്രാൻസ്ഫോമർ അപ്രോച്ചസ് ദ ഐഡിയൽ കണ്ടീഷൻ ഈസ് കോൾഡ്. A ആണ് എഫിഷ്യൻസി. ഐഡിയൽ കണ്ടീഷനെ അപ്രോച്ച് ചെയ്യണതിന് എഫിഷ്യൻസി എന്നാണ് പറയുക. A ആണ് ആൻസർ. 13, ദ DC ഔട്ട്പുട്ട് വോൾട്ടേജ് ഇൻ ടേംസ് ഓഫ് പീക്ക് വാല്യൂ ഓഫ് സെക്കൻഡറി വോൾട്ടേജ് VS പീക്ക് ഇൻ ഹാഫ് വേ റെക്ടിഫയർ ഈസ്. B ആണ് ആൻസർ. 0.318 VS പീക്ക് ആണ് അതിൻ്റെ ആൻസർ. ഇനി 14, സെനർ ഡയോഡ്സ് ആർ. അതിൽ C ആണ് ഈ തന്നിരിക്കുന്നതിൽ ഹെവിലി ഡോപ്ഡ് വിത്ത് ഷാർപ്പ് ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് ഇൻ റിവേഴ്സ് ബയാസ്ഡ് കണ്ടീഷൻ. അതിനാണ് നമ്മൾ സെനർ ഡയോഡ് ഉപയോഗിക്കുന്നത് തന്നെ, അപ്പോൾ C ആണ് ആൻസർ. 15, ദ PMMC ഇൻസ്ട്രുമെൻറ്റ്സ് ഹാവ് യൂണിഫോം സ്കെയിൽ ആൻഡ് ക്യാൻ
കവർ ആൻ ആർക്ക് അപ് ടു ബി ആണ് 270 ഡിഗ്രിയാണ് കവർ ചെയ്യാൻ പറ്റണത്. 16 ഓട്ടോ ട്രാൻസ്ഫോമേഴ്സ് യൂസ്ഡ് ഫോർ വേരിയബിൾ വോൾട്ടേജ് ഓപ്പറേഷൻ ആർ റെഫേർഡ് ടു ദ ട്രേഡ് നെയിം ഓഫ് വേരിയാക് എന്നുള്ള ആണ് അതിന് ട്രേഡ് നെയിം. ഡി ആണ് ആൻസർ. ഇനി 17 തിൻ ഫിലിം റെസിസ്റ്റേഴ്സ് ആർ മെയ്ഡ് ബൈ എ മെത്തേഡ് ഓഫ് വാക്വം ഡെപ്പോസിഷൻ ദ റെസിസ്റ്റീവ് മെറ്റീരിയൽ onto an insulating substrate. The process is called sputtering എന്നാണ് അതിന് പറയുക. 18 the value of time constant RC at which the charging or discharging of capacitor is complete as per universal time constant curve. അത് B ആണ്. 5 RC ആണ്. 19 the value of capacitor should not be excessively large as this will increase the value and duration of which quantity in the case of bridge rectifier. അത് D ആണ്. surge current എന്നാണ് പറയുക. 20 in a transformer the power loss due to eddy current is directly proportional to C ആണ്. frequency of currentനാണ് eddy current ഡയറക്റ്റ് ആയിട്ട് പ്രൊപ്പോർഷണൽ ആയിട്ടാണ് പവർ ലോസിൻ്റെ ഇതിന്. ഇനി 21 impurity used for making p-type semiconductor material. p-type semiconductor material ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന impurity തന്നിരിക്കുന്നതിൽ ഗാലിയമാണ്. മറ്റേതൊക്കെ n-typeൻ്റെയാണ്. 22 the space charge region in a junction diode contains charges that are C ആണ്. fixed donor and acceptor ions ആണ് അതിൻ്റെ ആൻസർ. 23 forbidden energy gap in semiconductors. A ആണ്. lies between valence band and conduction band ആണ് അതിൻ്റെ ഫോർബിഡൻ എനർജി ഗ്യാപ്പിന് വാലൻസ് ബാൻഡിൻ്റെയും കണ്ടക്ഷൻ ബാൻഡിൻ്റെയും ഇടയിലാണ്. 24 when a PN junction is reverse bias then the junction capacitance is C ആണ്. increase as the reverse bias is decreased. റിവേഴ്സ് ബയാസ് കുറയ്ക്കുമ്പോൾ ജംഗ്ഷൻ കപ്പാസിറ്റൻസ് ഇൻക്രീസ് ചെയ്യുക. 25 വാട്ട് ഈസ് ദ പ്രോസസ് ഓഫ് ആഡിങ് ഇമ്പ്യൂരിറ്റി ടു എ പ്യുവർ സെമി കണ്ടക്ടർ മെറ്റീരിയൽ. ഒരു പ്യുവർ സെമി കണ്ടക്ടർ മെറ്റീരിയലിന് ഇമ്പ്യൂരിറ്റി ആഡ് ചെയ്യുന്നതിന് പറയുന്ന പേരാണ് എ ഡോപ്പിംഗ് എന്നാണ് പറയുക. 26 ഇൻ എ ഹാഫ് വേ റെക്ടിഫയർ DC ഔട്ട്പുട്ട് വോൾട്ടേജ് ഇൻ ടേംസ് ഓഫ് VS RMS ഈക്വൽസ് A ആണ്. 0.45 VS RMS ആണ് ആൻസർ. 27 വിച്ച് പാരാമീറ്റർ ഈസ് മെയിൻറ്റെയിൻഡ് കോൺസ്റ്റൻറ്റ് ഇൻ സെനർ ഡയോഡ്. സെനർ ഡയോഡിൽ എപ്പോഴും വോൾട്ടേജ് ആണ് കോൺസ്റ്റൻ്റ് ആക്കി വെക്കുന്നത്. 28 വാട്ട് ഈസ് ദ ഫോർമുല യൂസ് ടു കാൽക്കുലേറ്റ് ദ കറൻറ്റ് ഗെയിൻ ആൽഫ ഓഫ് കോമൺ ബേസ് ആംപ്ലിഫയർ. കോമൺ ബേസ് ആംപ്ലിഫയറിൽ കറൻറ്റ് ഗെയിൻ കാണാനുള്ള ഫോർമുല IC/IE ആണ്. D ആണ് ആൻസർ. 29 ട്രാൻസിസ്റ്റേഴ്സ് പാക്കേജിംഗ് ജനറലി യൂസ്ഡ് ഫോർ ലോ പവർ ആംപ്ലിഫിക്കേഷൻ. അത് B ആണ്. പ്ലാസ്റ്റിക് പാക്കേജിംഗ് ആണ്. 30 if the operating point in a transistor changes then it results in B ആണ്. unfaithful amplificationലാണ് അത് റിസൾട്ട് ചെയ്യുക. ഇനി 31 ഇൻ എ ട്രാൻസിസ്റ്റർ വിച്ച് ലെയർ ഈസ് ഹെവിലി ഡോപ്ഡ്. എപ്പോഴും എമിറ്റർ ആണ് ഹെവിലി ഡോപ്ഡ് ആയിട്ടിരിക്കുക. കളക്ടർ മോഡറേറ്റ്ലി ഡോപ്ഡ് ആണ്. ബേസ് തിൻ അല്ലെങ്കിൽ ഫീബ്ലി ഡോപ്ഡ് ആണ്. അപ്പോൾ എമിറ്റർ ആണ് ഹെവിലി ബേസ്, കാരണം ചാർജ് ക്യാരിയേഴ്സിനെ എമിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി 32 ദ കറന്റ് ICBO ഫ്ലോസ് ഇൻ. A ആണ്. കളക്ടർ ആൻഡ് ബേസ് ലീഡ്സ് ആണ്. 33 ദ എമിറ്റർ റെസിസ്റ്റർ RE bypassed by a capacitor stabilizes the Q point. D ആണ് ആൻസർ. Q പോയിന്റിനെ സ്റ്റെബിലൈസ് ചെയ്യാണ് ചെയ്യുക. 34 ദ മോസ്റ്റ് കോസ്റ്റ് ഇഫക്റ്റീവ് മെറ്റീരിയൽ ഫോർ എ ഹീറ്റ് സിങ്ക് ഈസ്. A ആണ്. അലൂമിനിയം. 35 വാട്ട് ഈസ് ദ പാക്കേജ് ടൈപ്പ് ഫോർ ദ JFET BFW10. D ആണ്. TO72. ഇനി 36 വാട്ട് ആർ ദ ടെർമിനൽസ് ഇൻ IGBT. അതിന് A ആണ് ആൻസർ. എമിറ്റർ, കളക്ടർ, ഗേറ്റ് ആണ്. ഇനി 37 ട്രയാക്ക് ഈസ് വെരി സിമിലർ ടു ദാറ്റ് ഓഫ് 2 SCR കണക്റ്റഡ് ഇൻ. C ആണ്. റിവേഴ്സ് പാരലൽ ആണ്. 38 ദ ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക് ഓഫ് എ FET ആർ സിമിലർ ടു ദാറ്റ് ഓഫ് ഡാഷ് വാൾവ്. C ആണ്. പെൻഡോഡ് വാൾവിന് സിമിലർ ആണ്. ഇനി 39 SCR ഈസ് ആൻ അക്രോണിം ഫോർ. A ആണ്. സിലിക്കൺ കൺട്രോൾഡ് റെക്ടിഫയറിൻ്റെ ആണ് അതിൻ്റെ ആൻസർ. 40 എ ഡയാക് ഹാസ് ഡാഷ് ടെർമിനൽസ്. ഡയാക്കിന് 2 ടെർമിനലാണ്. അപ്പോൾ B ആണ് ആൻസർ. 41 എ UJT ഈസ് സ്വിച്ച്ഡ് ഓൺ വെൻ ഇൻപുട്ട് വോൾട്ടേജ് ബിക്കം ഈക്വൽ ടു. A ആണ്. പീക്ക് പോയിന്റ് വോൾട്ടേജിലാണ് അത് UJT സ്വിച്ച്ഡ് ഓൺ ആവുക. 42 വിച്ച് ഇൻസുലേഷൻ മെറ്റീരിയൽ ഈസ് യൂസ്ഡ് ഇൻ എ മോസ്ഫെറ്റ്. മോസ്ഫെറ്റിൽ ഉപയോഗിക്കുന്ന ഇൻസുലേഷൻ മെറ്റീരിയൽ സിലിക്കൺ ഡയോക്സൈഡ് ആണ്. B ആണ്. 43 വെൻ എ ട്രാൻസിസ്റ്റർ ഈസ് ഇൻ കട്ട് ഓഫ് ദ VCE ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽസ് ടു. C ആണ്. VCC. കട്ട് ഓഫിൻ്റെ സമയത്ത് VCE VCCക്ക് ഈക്വൽ ആയിരിക്കും. C ആണ്.
44. The gain of amplifiers falls at lower and higher frequencies due to A ആണ് കപ്പാസിറ്റർ കപ്ലിംഗ് കാരണമാണ്. 45. For dash frequency amplification, high values of L and C are required. For low frequency amplification ആണ് എല്ലും സിയും ഹൈ വാല്യൂസ്, ഇൻഡക്റ്റൻസും കപ്പാസിറ്റൻസും ഹൈ വാല്യൂസ് റിക്വയർ ആയിട്ടുള്ളത്. 46. In a parallel resonance circuit, the impedance is dash at resonance frequency. പാരലൽ റെസൊണൻസ് സർക്യൂട്ടിൽ ഇമ്പിഡൻസ് റെസൊണൻസ് ഫ്രീക്വൻസിയിൽ മാക്സിമം ആയിരിക്കും. ബി ആണ് ആൻസർ. 47. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ദ ഔട്ട്പുട്ട് വോൾട്ടേജ് ഓഫ് ഓപ്പറേഷണൽ ആംപ്ലിഫയർ ഈസ് കോൾഡ്. അതിന് ബി സ്ലൂ റേറ്റ് എന്നാണ് പറയുക. 48. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ കറക്റ്റ് അബൌട്ട് ഇൻസ്ട്രുമെൻറ്റേഷൻ ആംപ്ലിഫയേഴ്സ്. ഇൻസ്ട്രുമെൻറ്റേഷൻ ആംപ്ലിഫയറിന് ഈ തന്നിരിക്കുന്നതിൽ 1ഉം 2ഉമാണ്. അതായത് ഹൈ ഗെയിൻ ആക്യുറസിയും ഹൈ CMRR ആണ്. അപ്പോൾ എ ആണ് അതിൻ്റെ ആൻസർ. അത് 2ഉമാണ് ശരി. 49. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് കറക്റ്റ് അബൌട്ട് ആൻ ഐഡിയൽ ഓപ്പറേഷണൽ ആംപ്ലിഫയർ. അത് ഡി ആണ്. 2ഉം 4ഉമാണ്. ഇൻഫിനിറ്റ് ബാൻഡ് വിഡ്ത്തും 0 ഓഫ്സെറ്റും. അപ്പോൾ ഡി ആണ് ആൻസർ. 50. ഫോർ എ കോമൺ ബേസ് ആംപ്ലിഫയർ വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് അല്ലെങ്കിൽ ആർ റോങ്. അപ്പോൾ ഇതിൽ ഏതൊക്കെയാണ് തെറ്റായിട്ടുള്ളത്? അപ്പോൾ ലോ ഇൻപുട്ട് ഇമ്പിഡൻസും വെരി ഹൈ വോൾട്ടേജ് ഗെയിനും അത് 2ഉമാണ് തെറ്റായിട്ട് തന്നിട്ടുള്ളത്. അപ്പോൾ ആൻസർ ബി ആണ്. ഇനി 51. ഇൻ എ 3IP NAND ഗേറ്റ് ദ നമ്പർ ഓഫ് സ്റ്റേറ്റ്സ് വേർ ഔട്ട്പുട്ട് ഈസ് 0 ആർ. ഒരെണ്ണേ ഉള്ളൂ. അപ്പോൾ സി ആണ് ആൻസർ. 52. DCVS മീൻസ് എ ആണ്. ഡിഫറൻഷ്യൽ കാസ്കേഡ് വോൾട്ടേജ് സ്വിച്ച് ആണ് അതിൻ്റെ DCVS എന്ന് പറയുന്നത്. 53. മീഡിയം സ്കെയിൽ ഇൻ്റഗ്രേഷൻ കണ്ടെയ്ൻസ്. മീഡിയം സ്കെയിൽ ഇൻ്റഗ്രേഷൻ സർക്യൂട്ടുകൾക്ക് 10 തൊട്ട് 100 ഗേറ്റ് വരെയാണ് ഉണ്ടാവുക, ലോജിക് ഗേറ്റ്സ്. ഇനി 54. ദ നമ്പർ ഓഫ് ലോഡ്സ് കണക്റ്റഡ് ടു എ ഗേറ്റ് ഈസ് കോൾഡ്. എ ആണ് ഫാൻ ഔട്ട് എന്നാണ് പറയുക. 55. ദ സ്പീഡ് ഓഫ് ദ ലോ പവർ ഷോർട്ട് കീ ഈസ് എ ആണ് 10 ns. 56. ഇൻ എ 4-line to 16-line decoder ഡാഷ് നമ്പർ ഓഫ് ഡീകോഡിംഗ് ഗേറ്റ്സ് ആർ റിക്വയർഡ്. അപ്പോൾ 4-line to 16-line ഡീകോഡറിൽ 16 നമ്പർ ഓഫ് ഡീകോഡിംഗ് ഗേറ്റ്സ് ആണ് ആവശ്യമുള്ളത്. അപ്പോൾ സി ആണ് 56ാമത്തെ ആൻസർ. ഇനി 57. ഡാഷ് ഗേറ്റ് ഈസ് യൂസ്ഡ് ആസ് എ പാരിറ്റി ചെക്കർ. പാരിറ്റി ചെക്കറായിട്ട് എക്സോർ ഗേറ്റ് ആണ്. അപ്പോൾ ഡി ആണ് ആൻസർ. 58. എ ഡെക്കേഡ് കൗണ്ടർ റിക്വയേഴ്സ്. ഡെക്കേഡിൽ 4 ഫ്ലിപ്പ് ഫ്ലോപ്പാണ് ആവശ്യം. ബി ആണ് അപ്പോൾ ആൻസർ വരിക. ഇനി IC 74198 ഈസ് PIPO. ഡി ആണ് വരിക. 60. ദ ബൈനറി ഇക്വലൻ്റ് ഓഫ് എ ഡെസിമൽ ഫ്രാക്ഷൻ ഈസ് ഒബ്റ്റെയിൻ ബൈ ഡാഷ് ദ നമ്പർ ഓഫ് കണ്ടിന്യൂസ്ലി ബൈ 2. ഡിവൈഡിങ് ആണ് വരിക. അപ്പോൾ ഡി ആണ് ആൻസർ. 61. ദ നമ്പർ ഓഫ് ആൻഡ് ഗേറ്റ്സ് ഇൻ IC 7411 ഈസ് 3 ആണുള്ളത്. അപ്പോൾ സി ആണ് ആൻസർ. 62. ദ മാക്സിമം നമ്പർ ഓഫ് 2IP NAND ഗേറ്റ്സ് റിക്വയർഡ് ടു ഇംപ്ലിമെൻറ്റ് എ 2IP XOR ഈസ് എ ആണ് 4. 63. ഹൗ മെനി ടൈപ്സ് ഓഫ് നമ്പർ സിസ്റ്റംസ് ആർ ദർ. 4 ടൈപ്പ് നമ്പർ സിസ്റ്റംസ് ആണുള്ളത്. ഡി ആണ് ആൻസർ. 64. ദ സെലക്ട് ലൈൻസ് റിക്വയർഡ് ഫോർ ആൻ 8-line to 1-line മൾട്ടിപ്ലക്സർ ഈസ് സി ആണ് 3. 65. ദ നമ്പർ ഓഫ് IPs റിക്വയർഡ് ഫോർ എ 4 to 16 ഡീകോഡർ ഈസ് ബി ആണ് 4 ആണ് ആൻസർ വരുന്നത്. 66. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡീകോഡ്സ് ആൻഡ് എക്സിക്യൂട്ട്സ് ഇൻസ്ട്രക്ഷൻ സ്റ്റോർഡ് ഇൻ മെമ്മറി. ബി ആണ് കൺട്രോൾ യൂണിറ്റ് ആണ്. 67. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ആർ കറക്റ്റ് അബൌട്ട് മൈക്രോസോഫ്റ്റ് വേർഡ്. മൈക്രോസോഫ്റ്റ് വേർഡിൽ തന്നിരിക്കുന്നതിൽ ഏതൊക്കെയാണ് കറക്റ്റ് എന്ന്. കൺട്രോൾ പ്ലസ് F ക്യാൻ ബി യൂസ് ടു ഇൻസേർട്ട് നാവിഗേഷൻ പെയിൻ. അത് ശരിയാണ്. രണ്ടാമത്തെ ക്രോസ് റെഫറൻസസ് ആർ ഇൻസേർട്ടഡ് ആസ് ഹൈപ്പർ ലിങ്ക്സ് ബൈ ഡിഫോൾട്ട്. അതും ശരിയാണ്. അപ്പോൾ 1ഉം 2ഉമാണ് ശരി. അപ്പോൾ ഇതിൽ ബി ആണ് കറക്റ്റ് ആൻസർ വരിക. 68. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഓപ്ഷൻ ഡിസ്പ്ലേസ് പേജസ് എക്സാക്ട്ലി ആസ് ദേ വിൽ അപ്പിയർ ഇൻ പ്രിൻ്റ് ഔട്ട്സ് ഇൻ മൈക്രോസോഫ്റ്റ് എക്സൽ. ബി ആണ് പേജ് ലേ ഔട്ട് വ്യൂ ആണ് ആൻസർ. ബി. 69. വിച്ച് ഓഫ് ദ ഫോളോയിങ് പ്രോട്ടോകോൾ ഈസ് ഓർ ആർ ഓപ്പറേറ്റ് അറ്റ് ദ ട്രാൻസ്പോർട്ട് ലെയർ. അത് 1ഉം 3ഉം ആണ്. ഓൺലി 1 and 3. ഡി ആണ് ആൻസർ വരിക. അതായത് TCPയും UDP. 70. വിച്ച് ഓഫ് ദ ഫോളോയിങ് നെറ്റ്വർക്കിംഗ് ഡിവൈസസ് ക്യാൻ കണക്ട് മൾട്ടിപ്പിൾ വയേർഡ് ഓർ വയർലെസ് നെറ്റ്വർക്ക്സ് ടുഗദർ. അപ്പോൾ റൂട്ടറിലാണത്. ഡി ആണ് ആൻസർ. ഇനി 71. വിച്ച് among the following is the maximum safe current that can pass continuously through a fuse without overheating. കറണ്ട് റേറ്റിംഗ് ആണ് അത് മാക്സിമം സേഫ് കറൻറ്റ്.
ഫ്യൂസ് വയറിനെ ഓവർ ഹീറ്റ് ആക്കാണ്ട് ഇതാവുന്നത് കറണ്ട് റേറ്റിംഗ് ആണ് അത് ഡിറ്റർമിൻ ചെയ്യുക. ഇനി 72 വാട്ട് ഈസ് ദ പവർ റേറ്റിംഗ് ഓഫ് ഫ്രാക്ഷണൽ ഹോഴ്സ് പവർ മോട്ടോഴ്സ്? എ ആണ്, ലെസ് ദാൻ 1 HP ആണ് പവർ റേറ്റിംഗ്. ഫ്രാക്ഷണൽ ഹോഴ്സ് പവർ മോട്ടോഴ്സിൻ്റെ പവർ റേറ്റിംഗ് എ ആണ്. 73 ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് അറേഞ്ച്മെന്റ് ദ സെൻട്രിഫ്യൂഗൽ സ്വിച്ച് ഈസ് കണക്റ്റഡ് ഇൻ എ കപ്പാസിറ്റർ സ്റ്റാർട്ട് ഇൻഡക്ഷൻ റൺ മോട്ടോർ? ആൻസർ ബി ആണ്, സീരീസ് വിത്ത് സ്റ്റാർട്ടിംഗ് വൈൻഡിങ് ആണ്. ഇനി 74 which motors are used widely in industries and in irrigation pump sets where fairly constant speed with high efficiency is required? അത് സ്ക്വിറൽ കേജ് ഇൻഡക്ഷൻ മോട്ടോഴ്സ് ആണ്. എ ആണ് ആൻസർ. 75 വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ആർ കറക്റ്റ്? ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ദ കറന്റ് റേറ്റിംഗ് ഓഫ് റീവയറബിൾ ഫ്യൂസ് യൂസ്ഡ് ഫോർ ഡൊമസ്റ്റിക് വയറിംഗ് ഈസ് അപ് ടു 200 ആംപിയർ. അത് ശരിയാണ്. ഇനി 2 ദ കറന്റ് റേറ്റിംഗ് ഓഫ് cartridge type fuse used for domestic wiring is up to 1250 ampere. അതും ശരിയാണ്. മറ്റേത് രണ്ടും അല്ല. അപ്പോൾ സി ആണ് ആൻസർ വരിക. ഇനി 76 വാട്ട് ഈസ് ദ പ്രൊപ്പഗേഷൻ സ്പീഡ് ഓഫ് എ റേഡിയോ വേവ്? റേഡിയോ വേവിൻ്റെ എല്ലാ ഇലക്ട്രോമാഗ്നറ്റിക് വേവിൻ്റെ സ്പീഡ് 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ് ആണ്. അപ്പോൾ റേഡിയോ വേവ് ഒരു ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ആണ്. എ ആണ് ആൻസർ വരിക. 77 വാട്ട് ഈസ് ദ റേഞ്ച് ഓഫ് മീഡിയം വേവ് ഫ്രീക്വൻസി ഇൻ AM ബ്രോഡ്കാസ്റ്റിംഗ്? AM ബ്രോഡ്കാസ്റ്റിംഗിൽ 530 kHz മുതൽ 1650 kHz വരെ ആണ് മീഡിയം വേവ് ഫ്രീക്വൻസി ഉള്ളത്, അതിൻ്റെ റേഞ്ച് ഉള്ളത്. അപ്പോൾ സി ആണ് ആൻസർ. 78 വിച്ച് ഹൈ ഗെയിൻ ആൻറ്റിന ഈസ് യൂസ്ഡ് ഫോർ പോയിന്റ് ടു പോയിന്റ് കമ്മ്യൂണിക്കേഷൻ? പോയിന്റ് ടു പോയിന്റ് കമ്മ്യൂണിക്കേഷനിൽ ഉപയോഗിക്കുന്നത് പാരാബോളിക് ആൻറ്റിനയാണ്. സി ആണ് ആൻസർ. 79 why the modulation index is kept within limits in amplitude modulated signal transmission? എന്തിനു വേണ്ടിയിട്ട്? ഡിസ്റ്റോഷൻ കുറയ്ക്കാനായിട്ട്. അപ്പോൾ സി ആണ്, ടു റെഡ്യൂസ് ഡിസ്റ്റോഷൻ. 80 വിച്ച് IC ക്യാൻ ബി യൂസ്ഡ് ആസ് എ ലീനിയർ ആംപ്ലിറ്റ്യൂഡ് മോഡുലേറ്റർ വിത്ത് നോ എക്സ്റ്റേണൽ കമ്പോണൻസ്? ഇത് തന്നിരിക്കുന്നതിൽ AD633 ആണ്. ഡി ആണ് ആൻസർ. 81 വിച്ച് പ്രോസസ് ഇൻ ഡിജിറ്റൽ സിഗ്നൽ പ്രോസസ്സിംഗ് ഈസ് ദ മാപ്പിംഗ് ഓഫ് എ ലാർജ് സെറ്റ് ഇൻപുട്ട് വാല്യൂസ് ടു എ സ്മോളർ സെറ്റ്? എ ആണ്, ക്വാണ്ടൈസേഷൻ എന്നാ പറയുക. ഇനി 82 വിച്ച് ഡിവൈസസ് ആർ പ്രിഫേർഡ് ഫോർ ലോങ് ഡിസ്റ്റൻസസ് ആൻഡ് ഹൈ ഡാറ്റ ട്രാൻസ്മിഷൻ റേറ്റ് ഇൻ ഒപ്റ്റിക്കൽ ഫൈബർ കമ്മ്യൂണിക്കേഷൻ? അപ്പോൾ ഒപ്റ്റിക്കൽ ഫൈബർ കമ്മ്യൂണിക്കേഷനിൽ ലോങ് ഡിസ്റ്റൻസിനും ഹൈ ഡാറ്റ ട്രാൻസ്മിഷനും ഉപയോഗിക്കുന്നത് ലേസർ ഡയോഡ് തന്നെ, ഒരു സംശയമില്ല. ആൻസർ ഡി ആണ്. ഇനി 83 വിച്ച് ടൈപ്പ് ഓഫ് ഒപ്റ്റിക്കൽ ഫൈബർ ഈസ് യൂസ്ഡ് ഇൻ ടെലിഫോൺ ആൻഡ് ടെലിവിഷൻ സിഗ്നൽ കമ്മ്യൂണിക്കേഷൻ? ടിവിയിലും ടെലിഫോൺ കമ്മ്യൂണിക്കേഷനിലും ഉപയോഗിക്കുന്ന ഒപ്റ്റിക്കൽ ഫൈബർ സിംഗിൾ മോഡ് ഒപ്റ്റിക്കൽ ഫൈബർ ആണ്. ബി ആണ് ആൻസർ. 84 വിച്ച് ഔട്ടർ ഒപ്റ്റിക്കൽ മെറ്റീരിയൽ ഓഫ് ദ OFC പ്രൊട്ടക്ട്സ് ദ കോർ ആൻഡ് റിഫ്ലക്ട്സ് ദ ലൈറ്റ് ബാക്ക് ഇൻ ടു ദ കോർ? ഉത്തരം സി ആണ്, ക്ലാഡിംഗ് എന്നാണ് പറയുക. 85 വിച്ച് തിയറം പ്രൊവൈഡ്സ് എ പ്രിസ്ക്രിപ്ഷൻ ഫോർ ദ നോമിനൽ സാമ്പിളിംഗ് ഇൻ്റർവൽ റിക്വയർഡ് ടു അവോയ്ഡ് എലിയാസിങ്? അത് ഡി ആണ്, നൈക്വിസ്റ്റ് സാമ്പിളിംഗ് തിയറം. ഇനി 86 ഹൗ മെനി പിൻസ് ഓഫ് ദ മൈക്രോ കൺട്രോളർ IC 8051 ആർ ഡ്യുവൽ പർപ്പസ്? 24 ആണ്. ബി ആണ്. 87 വിച്ച് സെക്ഷൻ ഇൻ IC 8051 ഈസ് റണ്ണിംഗ് ഓൺ എക്സ്റ്റേണൽ ക്ലോക്ക് സോഴ്സ്? സി ആണ്, കൗണ്ടറാണ്. 88 ഹൗ ദ MCS 51 ഫാമിലി മൈക്രോ കൺട്രോളേഴ്സ് പെർഫോം ദ ബേസിക് ലോജിക് ഓപ്പറേഷൻസ്? അത് സി ആണ്, ഓൺ ബോത്ത് ബിറ്റ് ആൻഡ് ബൈറ്റ് ഓപ്പറൻസ് ആണ്. 89 ഇൻ വിച്ച് ഇൻസ്ട്രക്ഷൻ സെറ്റ് ഓഫ് 8051 മൈക്രോ കൺട്രോളർ ദ അഡ്രസ് ഒബ്ജക്റ്റ് ഇൻസ്ട്രക്ഷൻസ് ആർ ഗ്രൂപ്പ്ഡ്? അത് ഡാറ്റ ട്രാൻസ്ഫറിലാണ്. എ ആണ്. 90 വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് കണക്ടിങ് എ ഡിവൈഡ് ബൈ 12 നെറ്റ്വർക്ക് ടു ദ ഓസിലേറ്റർ ഔട്ട്പുട്ട് ഇൻ 8051 മൈക്രോ കൺട്രോളർ? അത് ബി ആണ്, ടു ജനറേറ്റ് 1 MHz ടൈമർ ഇൻപുട്ട് ഫ്രീക്വൻസി. ഇനി 91 ദ സെൻസർ വിച്ച് ഡിറ്റക്ട് ദ പ്രസൻസ് ഓഫ് ഒബ്ജക്ട്സ് വിത്തൗട്ട് എനി ഫിസിക്കൽ കോണ്ടാക്ട് ഈസ്? പ്രോക്സിമിറ്റി സെൻസർ ആണ് ഡിറ്റക്ട് ചെയ്യണത്. ഇനി 92 സി ആണ് ആൻസർ. 91 സി ആണ് ആൻസർ. 92 ദ ഡിവൈസ് വിച്ച് ഈസ് യൂസ് ടു കൺവേർട്ട് ഫോഴ്സ് ഇൻ ടു ഇലക്ട്രിക്കൽ സിഗ്നൽ? ലോഡ് സെൽ എന്നാണ് അതിന് പറയുക. 92 93 PT100 സെൻസർ ഹാസ് എ റെസിസ്റ്റൻസ് ഓഫ് 100 ohm at 0 degree Celsiusലാണ്. ബി ആണ് ആൻസർ.
94. A strain gauge having a resistance of 500 ohm and gauge factor 3 is bonded onto a member of structure under tensile stress. The percentage strain suffered by the member if the change in resistance of the gauge is accurately measured as 1.5 ohm is. A ആണ് 0.001 ആണ് ആൻസർ. A. 95. The resistance hygrometer is used to measure relative humidity അളക്കാനാണ് നമ്മൾ resistance hygrometer ഉപയോഗിക്കുന്നത്. B ആണ് ആൻസർ. The specific gravity of lead acid battery under discharged condition is. A ആണ് 1.11 to 1.14 ആണ് അതിൻ്റെ ഡിസ്ചാർജ് കണ്ടീഷനിൽ അതിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി. 97. The diode connected in opposite and parallel with the solar panel to protect the from any damage is. D ആണ് ബൈപ്പാസ് ഡയോഡാണ്. സോളാർ പാനലായിട്ട് ഓപ്പോസിറ്റും പാരലും ആയിട്ട് കണക്ട് ചെയ്യണ ഡയോഡ് അതിന് ഡാമേജ് ഇന്ന് പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് അതിന് പറയുന്ന പേരാണ് ഡി ആണ് ബൈപ്പാസ് ഡയോഡ് എന്ന് പറയുക. 98. ദ പവർ ഡിവൈസ് ഈസ് യൂസ്ഡ് ഫോർ സ്വിച്ചിങ് പർപ്പസ് ഇൻ കമ്പ്യൂട്ടർ SMPS ഈസ് മോസ്ഫെറ്റ് ആണ്. എ ആണ്. 99. ദ ഫോർവേഡ് കൺവേർട്ടർ ടൈപ്പ് SMPS ഈസ്. സി ആണ്. DC to DC ബക്ക് കൺവേർട്ടർ എന്ന് പറയുക. DC to DC ബക്ക് കൺവേർട്ടർ സി ആണ്. 100. ദ ട്രാൻസ്ഫോമർ യൂസ്ഡ് ഇൻ സെർവോ വോൾട്ടേജ് സ്റ്റെബിലൈസർ ഈസ്. ബി ആണ്. ടൊറോയിഡൽ ഓട്ടോ ട്രാൻസ്ഫോമർ ആണ് സെർവോ വോൾട്ടേജ് സ്റ്റെബിലൈസറിൽ ഉപയോഗിക്കുക. അപ്പോൾ ബി ആണ് ആൻസർ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മളുടെ ഈ പരീക്ഷയുടെ ട്രേഡ്സ്മാൻ ഇലക്ട്രോണിക്സിൻ്റെ 100 ചോദ്യങ്ങളുള്ളത്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ആൻസറും ഈ പ്രൊവിഷണൽ ആൻസർ കീയും തമ്മിലൊന്ന് ഒത്തുവെക്കുക. എന്നിട്ട് നിങ്ങളുടെ സ്കോർ എത്രയാണെന്ന് കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ നല്ലതായിരുന്നു. ഈ വീഡിയോ ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യാം. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവേത് സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.